3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് രാജ്യത്തിന്റെ ആദ്യത്തെ IT പാർക്ക് തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടും തൊഴിലിനായി മലയാളി ടെക്കുകൾ ചേക്കേറുന്നത് അന്യ സംസ്ഥാനങ്ങളിലേക്കാണ്. തിരുവനന്തപുരത്തിന്റെ വികസനം ചർച്ച ചെയ്യാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള IT വിദഗ്ധർ തലസ്ഥാനത്ത് ഒത്തുകൂടിയപ്പോഴാണ് ഈ വിഷയവും ചർച്ചയായത്. സാങ്കേതിക മേഖലയുടെ വിവിധ മേഖലകളിൽ ഉള്ളവരാണ് തലസ്ഥാനത്ത് ഒത്തുകൂടിയത്. തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് IT മേഖലയുടെ സാധ്യതകളെയും വെല്ലുവിളികളെയും കുറിച്ച് ആയിരുന്നു യോഗത്തിലെ പ്രധാന ചർച്ച. എഞ്ചിനീയറിംഗ് പോലുള്ള തൊഴിലധിഷ്ഠിത പഠനത്തിന് ഇന്നും മലയാളി വിദ്യാർത്ഥികൾ അന്യ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നതെന്ന കാര്യം ഇവർ എടുത്തു പറഞ്ഞു. ഈ ഇവന്റിൽ വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ ഇസ് എ ചേഞ്ച്, സ്പെഷ്യലി ഇൻ ട്രിവാൻഡ്രം. ടെക്നോളജിക്കലി ആണെങ്കിലും സോഷ്യലി ആണെങ്കിലും the youngsters really have to understand the need for a change. പ്ലേസ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു ജോലിയിലൊരു അവസ്ഥ വളരെ മോശമാണ്. അത് എത്രത്തോളം ഗവൺമെന്റിനും നമ്മുടെ കോളേജുകാർക്കും പറ്റുമെന്നുള്ളത് ഇറ്റ്സ് ഓൾസോ എ ഡൗട്ട്. ചെന്നൈ, ബംഗളൂരു, പൂനെ എന്നിങ്ങനെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും മലയാളികൾ ജോലി ചെയ്യുമ്പോഴും തിരുവനന്തപുരത്ത് IT തൊഴിലവസരങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നത് ചർച്ചയിൽ പ്രധാന വിഷയമായി. ഇപ്പോൾ നമുക്ക് മെഡിക്കൽ ഫീൽഡിലും ബയോടെക്നോളജി ഫീൽഡിലും തമ്മിൽ ഒരു കണക്ഷൻ വേണം. അപ്പോൾ അതിവിടെ കുറവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പുതിയ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യും. IT മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സ്റ്റാർട്ടപ്സിന് നേരെ ഒട്ടനവധി ചുവന്ന നാടകൾ വീഴുന്നു. പറഞ്ഞ പോലെ 1990s ആദ്യത്തെ ഒരു IT ഹബ്ബ് വന്നത്. ആ സമയം ബാംഗ്ലൂരും പൂനെയും ഡൽഹിയും ഹൈദരാബാദും ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഓൾ ഓവർ ദ ഇന്ത്യ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിൽ ഇപ്പോൾ ഉള്ളത് ആ ഒരു 30 years ബാക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു ടെക്നോ പാർക്കിന്റെ ഒരു phase 1, phase 2, phase 3 ഇങ്ങനെയുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. R&D റിസർച്ച് സെന്റേഴ്സ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് ഇല്ല. അതൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ പുറത്തുനിന്നുള്ള ഗ്ലോബൽ ടാലന്റിനെ പോലും നമുക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ. എന്നാൽ തിരുവനന്തപുരത്തിന്റെ വികസനം തന്റെ പ്രകടന പത്രികയിൽ മാത്രം ഒതുങ്ങുകയില്ലെന്ന ഗ്യാരണ്ടിയുമായി കേന്ദ്ര IT വകുപ്പ് സഹമന്ത്രിയായ തിരുവനന്തപുരം ലോക്സഭാ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ യോഗത്തെ അറിയിച്ചു. വോയിസ് ഓഫ് ടെക്നോ പാർക്ക് എന്ന കൂട്ടായ്മയാണ് ഈ പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത്. ജനം, തിരുവനന്തപുരം.